ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ രണ്ടാമത്തെ ഒരു കഥയാണ്. ആത്മദേവന് പാപമോചനം. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥയാണ് ആത്മദേവന് പാപമോചനം. നാരദ മഹർഷി ഭാഗവത പാരായണ ജ്ഞാനയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. യജ്ഞം എവിടെ എങ്ങനെ നടത്തണമെന്ന് സനൽ കുമാരാദികളോട് അദ്ദേഹം കൂടിയാലോചിച്ചു. ഗംഗാതടത്തിലെ ആനന്ദഘട്ടമെന്ന പുണ്യസ്ഥലം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. നാരദമുനിയും സനകാദികളും യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ അങ്ങോട്ടേക്ക് പോയി. വാർത്ത സർവത്ര പരന്നു. ഭാഗവതാമൃതം പാനം ചെയ്യാൻ ഭൃഗു, വസിഷ്ഠൻ, ശവനൻ, ഗൗതമൻ, പരശുരാമൻ, വിശ്വാമിത്രൻ, മാർക്കണ്ഡേയൻ, ദത്താത്രേയൻ, പിപ്പലായൻ, വേദവ്യാസൻ, പരാശരൻ തുടങ്ങി ധാരാളം മഹർഷിമാർ അവിടെ എത്തിച്ചേർന്നു. നാരദൻ നൽകിയ പീഠത്തിലിരുന്ന് സനകാദി മഹർഷിമാർ യജ്ഞദീക്ഷ വരിച്ചു. വൈഷ്ണവന്മാർ, സന്യാസികൾ, ബ്രഹ്മചാരികൾ മുതലായവർ മുൻവരിയിലിരുന്നു. നാരദൻ യഥോചിതം എല്ലാവരെയും സ്വീകരിച്ചു. മഹത്തുക്കളോടൊപ്പം ഉപവിഷ്ടനായി. സനകാദികൾ ഭാഗവത മാഹാത്മ്യം വിസ്തരിച്ച് വിവരിച്ചു. ദേവകൾ കൽപ്പകവൃക്ഷപ്പൂക്കൾ കൊണ്ട് ഭക്തജനങ്ങളെ പുഷ്പവൃഷ്ടി ചെയ്ത് ആദരിച്ചു. ഭാഗവത കഥ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ മഹാവിഷ്ണു ഹൃദയത്തിൽ പ്രകാശിക്കും. ഭാഗവത യജ്ഞം നടക്കുന്ന ഗൃഹം തീർത്ഥതുല്യമാണ്. കലികാലത്ത് സപ്താഹ ശ്രവണമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. സനകാദി മഹർഷികൾ സപ്താഹയജ്ഞത്തിൻ്റെ മഹിമ ആവർത്തിച്ചു പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ യജ്ഞമണ്ഡപത്തിലേക്ക് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് ഭക്തി തൻ്റെ പുത്രന്മാരോടൊപ്പം പ്രവേശിച്ചു. ദിവ്യപ്രഭ പരന്നു. മൂവരും ചേർന്ന് ശ്രേഷ്ഠന്മാരായ സനൽകുമാര മഹർഷിമാരെ വന്ദിച്ചു. കലിബാധയേറ്റ് വിഷമിക്കുന്നവരാണെങ്കിലും അവർ ഭാഗവത യജ്ഞഭൂമിയിലെത്തിയപ്പോൾ ആരോഗ്യദൃഢഗാത്രരായിത്തീർന്നു. നാരദ മഹർഷിക്ക് സന്തോഷമായി. ഭക്തി തൻ്റെ ഇരിപ്പിടം തേടി നടന്നത് ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ശ്രദ്ധിച്ചു. ഭക്തിയോടെ വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിക്കുവാൻ അവർ ഉപദേശിച്ചു. വൈകുണ്ഠം ഉപേക്ഷിച്ച് പലപ്പോഴും ഭക്തചിത്തങ്ങളിൽ അധിവസിക്കുന്ന മഹാവിഷ്ണുവിന് തന്മൂലം ദേവിയുടെ സാന്നിധ്യം കൂടി ലഭിക്കുവാൻ ഇടയായി. ഭക്തി താമസിക്കുന്നിടത്ത് കുടികൊള്ളുവാൻ ഭഗവാന് കൊതി കാണുമല്ലോ. കലികാലത്ത് സപ്താഹയജ്ഞത്തിൽ പങ്കാളിയായാൽ പാപമോചിതരാകുമെന്നും സൽഗതി പ്രാപിക്കുമെന്നും പരിശുദ്ധനായി ഭവിക്കുമെന്നും പണ്ഡിതമതം. ആത്മദേവന്റെ പുരാണകഥ അതിന് തെളിവാണ്. തുംഗഭദ്രാ നദീതീരത്തുള്ള ഗ്രാമം. എല്ലാവരും സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നു. അവിടെ ആത്മദേവൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം അതിവിജ്ഞാനിയും എളിയ ജീവിതം നയിക്കുന്നവനുമാണ്. ബ്രാഹ്മണന്റെ ഭാര്യയുടെ പേരാണ് ദുന്ദുലി. അവൾ സുന്ദരിയും എല്ലാവരും തന്നെ അംഗീകരിക്കണമെന്ന് ചിന്തിക്കുന്നവളുമാണ്. ദാമ്പത്യ ജീവിതം ഏറെക്കാലം പിന്നിട്ടിട്ടും അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതോടെ അവർ ദാനധർമ്മങ്ങളിൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. എന്നിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാൻ ദൈവം അവരെ അനുഗ്രഹിച്ചില്ല. നിരാശനായ വിപ്രൻ ഒരു ദിവസം ദുന്ദുലിയെ ഉപേക്ഷിച്ച് വീടുവിട്ട് വനത്തിൽ പ്രവേശിച്ചു. ഉച്ചയായപ്പോൾ വല്ലാത്ത ദാഹം, ക്ഷീണമുണ്ട്. പതുക്കെ നടന്ന് ഒരു തടാക തീരത്തെത്തി. മതിയാവോളം വെള്ളം കൈകൊണ്ട് കോരിക്കുടിച്ചു. അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചിട്ടും സന്താന ദുഃഖം അടക്കാനായില്ല. വൃക്ഷച്ചുവട്ടിൽ ചെന്നിരുന്ന് വിശ്രമിക്കവേ മുൻപിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മണൻ എഴുന്നേറ്റ് അടുത്തു ചെന്ന യോഗിയെ നമസ്കരിച്ചു. യോഗി വര്യൻ വിപ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ദുഃഖകാരണം അന്വേഷിച്ചു. എന്തു പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പൂർവജന്മങ്ങളിൽ ചെയ്ത പാപം അനുഭവിക്കുന്നു. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുമ്പോൾ എൻ്റെ കാലശേഷം അത് നിന്നു പോകുമല്ലോ എന്നോർക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു. സന്താന ദുഃഖത്താൽ ജീവിതം മടുത്തു. പ്രാണൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. വിപ്രന്റെ വാക്കുകൾ യതിവര്യന്റെ മനസ്സിനെ അലിയിച്ചു. സന്യാസി ബ്രാഹ്മണന്റെ തലയിലെഴുത്ത് ദിവ്യശക്തി കൊണ്ട് ഗ്രഹിച്ച ശേഷം സന്താനഭാഗ്യം ലഭിക്കില്ലെന്ന സത്യം വിപ്രനെ അറിയിച്ചു. പക്ഷേ ഒരു പുത്രനെ ലഭിച്ചേ അടങ്ങൂ എന്ന് അയാൾ വാശി പിടിച്ചു. ഒടുവിൽ വിപ്രന്റെ ആഗ്രഹം മാനിച്ച യോഗി ഒരു പഴം കൊടുത്തു. അത് ബ്രാഹ്മണന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നും അവർ അത് ഭക്ഷിച്ചാൽ പുത്രനുണ്ടാകുമെന്നും അറിയിച്ചു.
സത്യം, ദയ, ശുചിത്വം, ദാനം എന്നിവ കൈവെടിയരുതെന്നും ഒരിക്കൽ ഊണ് കഴിച്ച് 1 കൊല്ലം വ്രതം അനുഷ്ഠിക്കണമെന്നും ഉപദേശം നൽകി യോഗി അപ്രത്യക്ഷനായി. ബ്രാഹ്മണന്റെ മനസ്സിൽ ആനന്ദം പൂത്തുലഞ്ഞു. ക്ഷണനേരം കൊണ്ട് അദ്ദേഹം വീട്ടിലെത്തി. പഴം പത്നിക്ക് കൊടുത്തു. അവളോട് യോഗി പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കുവാൻ പറഞ്ഞു. പത്നി പഴം കയ്യിലെടുത്തു. ഭക്ഷിക്കണോ ഭക്ഷിക്കാതിരിക്കണോ ആലോചനയിൽ മുഴുകി. മനസ്സിൽ വക്രബുദ്ധി തിളച്ചു പൊങ്ങി. പഴം തിന്ന് ഗർഭമുണ്ടായാലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോന്നായി മനസ്സിൻ്റെ ക്യാൻവാസിൽ തെളിഞ്ഞു വന്നു. ഗർഭമുണ്ടായാൽ വയറുവീർക്കും, ഭക്ഷണം കഴിക്കാൻ വിഷമിക്കും, പ്രവർത്തനശേഷി കുറയും, സൗന്ദര്യം നഷ്ടപ്പെടും. പ്രസവം അതിലും ക്ലേശകരം. വീട്ടുകാരിമാരു നോക്കും. തൻ്റെ ദൗർബല്യം കണക്കിലെടുത്ത് ഭർത്തൃ സഹോദരി അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തും. ആവോളം ധനവും ധാന്യങ്ങളും മറ്റും അവൾ സ്വന്തം ഭർത്തൃഗൃഹത്തിലേക്ക് കടത്തും. സുഖിച്ചു കഴിയാനുള്ള ചെറുപ്പകാലം ദുഃഖത്തിലമരും. അതുകൊണ്ട് വന്ധ്യയോ വിധവയോ ആയി ജീവിക്കുന്നതാണ് ബുദ്ധി. ദുന്ദുലി ഉറപ്പിച്ചു. പഴം ഭക്ഷിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഭർത്താവിനോട് കള്ളം പറയുവാൻ അവൾ മടിച്ചില്ല. ദുന്ദുലിയുടെ അനുജത്തി ഈ അവസരം മുതലാക്കി. അവളുടെ കുതന്ത്രങ്ങൾക്ക് വഴങ്ങി ദുന്ദുലി പഴം പശുവിന് കൊടുത്തു. ജ്യേഷ്ഠത്തിയോട് ഗർഭമുണ്ടെന്ന ഭാവത്തിൽ കഴിയാനും തൻ്റെ ഭർത്താവിനെ പണം കൊടുത്ത് സന്തോഷിപ്പിക്കുവാനും അനുജത്തി ഉപദേശിച്ചു. താൻ പ്രസവിച്ചാൽ കുഞ്ഞിനെ ഭർത്താവ് ജ്യേഷ്ഠത്തിക്ക് തരുമെന്നും തൻ്റെ ഗർഭകാര്യം മറ്റാർക്കും അറിയില്ലെന്നും അവൾ ജ്യേഷ്ഠത്തിയെ ധരിപ്പിച്ചു. താൻ പ്രസവിക്കുന്ന കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ജ്യേഷ്ഠത്തിയുടെ അടുത്തുവന്ന് ആരുമറിയാതെ കുഞ്ഞിനെ വളർത്താമെന്നും ഏറ്റു. അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു. അനുജത്തിയുടെ കുഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദുന്ദുലി ഭർത്താവിനെ താൻ സുഖമായി പ്രസവിച്ചു എന്നറിയിച്ചു. ആത്മദേവന് പുത്രഭാഗ്യം സിദ്ധിച്ചതിൽ എല്ലാവരും സന്തോഷിച്ചു. അയാൾ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകി. ജാതക കർമാദികൾ ഗംഭീരമായി നടത്തി. വീട്ടിൽ പാട്ടും കൂത്തും ആഘോഷങ്ങളും അരങ്ങേറി. അമ്മ കുഞ്ഞിനെ ദുന്ദുകാരി എന്ന് പേരിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. തൻ്റെ മുലയിൽ പാലില്ലെന്ന് പറഞ്ഞ് ദുന്ദുലി അനുജത്തിയെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചു. അവളുടെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ഭർത്താവിനെ ധരിപ്പിച്ചു. അനുജത്തി കുഞ്ഞിനെ മുല കൊടുത്തു വളർത്തി. പാവം ആത്മദേവൻ എല്ലാം സത്യമാണെന്നു കരുതി. തൻ്റെ കുഞ്ഞിനെ സുഖമായി വളർത്തുവാൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം ഒരുക്കമായിരുന്നു. പെട്ടെന്നൊരു ദിവസം പശു പ്രസവിച്ചു. എന്തൊരത്ഭുതം! സുന്ദരനും ദിവ്യനുമായ മനുഷ്യക്കുഞ്ഞ്. ചെവി മാത്രം പശുവിൻ്റേതായിരുന്നു. അതിനാൽ ശിശുവിന് ഗോകർണൻ എന്ന് പേരിട്ടു. 2 കുട്ടികളും യൗവനത്തിലേക്ക് പ്രവേശിച്ചു. ഗോകർണൻ പണ്ഡിതനും ജ്ഞാനിയുമായിത്തീർന്നു. ദുന്ദുകാരി മഹാദുഷ്ടനും. കുട്ടികളെ ലാളിക്കാനെടുത്ത് കിണറ്റിലെറിഞ്ഞ് അവൻ കൊല്ലുമായിരുന്നു. എപ്പോഴും ഒരായുധം അവൻ്റെ കയ്യിലുണ്ടായിരിക്കും. കൊല ചെയ്യുന്നതിൽ അവന് മടിയില്ല. അത് അന്ധരായാലും ദീനരായാലും ഒരുപോലെയാണ്. നീചന്മാരുമായിട്ടാണ് കൂട്ടുകെട്ട്. തറവാട്ടു സ്വത്തെല്ലാം വേശ്യകൾക്ക് നൽകി അവൻ മുടിച്ചു. മാതാപിതാക്കൾക്ക് അവന് നേരെ ശബ്ദിച്ചാൽ അവൻ അവരെ പിടിച്ചുകെട്ടി തല്ലിയൊതുക്കുമായിരുന്നു. ഇങ്ങനെയുള്ള പുത്രന്മാർ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം പുത്രഭാഗ്യം ഇല്ലാതിരിക്കുകയാണ്. സഹികെട്ട ബ്രാഹ്മണൻ പ്രാണത്യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം പിതാവിൻ്റെ ദുഃഖം മനസ്സിലാക്കി ഗോകർണൻ അടുത്തു ചെന്നു. ആശ്വാസവാക്കുകളോതി സമാധാനിപ്പിച്ചു. വൈരാഗ്യത്തിൻ്റെ മഹത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജ്ഞാനോപദേശം നൽകി ചിത്തശുദ്ധി വരുത്തി. സംസാരം നിസ്സാരമാണെന്നും അത് ദുഃഖം നൽകുമെന്നും മോഹവലയത്തിൽ നമ്മെ ആഴ്ത്തുമെന്നും ഓർമ്മിപ്പിച്ചു. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. വിരക്തനും ഏകാന്ത ജീവിയുമായ യോഗിക്കു മാത്രമേ ജീവിതത്തിൽ സുഖം കണ്ടെത്താനാകൂ. അജ്ഞാനം കൈവെടിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോവുക. ഗോകർണന്റെ ഉപദേശം കേട്ട ആത്മദേവൻ മോക്ഷധർമ്മം അനുഷ്ഠിച്ചും ലൗകിക കർമ്മങ്ങൾ പരിത്യജിച്ചും സജ്ജനങ്ങളെ ആശ്രയിച്ചും ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാതെയും മഹാവിഷ്ണുവിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധാലുവായി. ഭക്തിയോടെ ദിവസവും ഭാഗവതം പാരായണം ചെയ്ത് അദ്ദേഹം ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഇനി നാളെ ഒരു കഥയുമായിട്ട് വരാം. ഹരേ കൃഷ്ണ.